ഹായ് എവരി വൺ, ഇന്നൊരു വ്ളോഗാണ്. രാവിലെ മോന് സ്കൂളിൽ പോയതിന് ശേഷം വേഗം അലക്കാനൊക്കെ ഇട്ടു. അതിനിടയിൽ ഉമ്മയുണ്ട് ബീൻസ് വറക്കാൻ വേണ്ടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയം ഞാൻ എന്ത് ചെയ്തു, നമ്മളെ ഹോളിലെ മേശയൊക്കെ നല്ല അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കുകയാണ്. പുസ്തകങ്ങൾ അവൻ വരച്ചതും പഠിച്ചതും ഒക്കെ ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ്. ഒരുപാട് ഡ്രോയിങ് കളക്ഷൻസ് അവൻ്റേതായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അവൻ വരച്ചതാണ്. അപ്പോൾ അവന് ഞാൻ വരയ്ക്കുന്നതുകൊണ്ട് തന്നെ അവനും വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആനിമേഷനും അങ്ങനെയുള്ള ചിത്രങ്ങളാണ് അവന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെൻസിലും പെന്നും സ്കെയിലും ചാർജറും തുടങ്ങിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി അവൻ്റെ ഡയറിയാണ് കേട്ടോ ഇത്. അതെല്ലാം അവൻ വരയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളതൊക്കെ ക്ലീൻ ചെയ്ത് മേശയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. വീഡിയോ ഒക്കെ എടുത്ത് വെക്കും കേട്ടോ. പക്ഷേ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യുക. അപ്പം എന്തായാലും എടുത്തു വെച്ച വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ എന്താ പറയുക, നമ്മുടെ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുസ്തകങ്ങളൊക്കെ അടുക്ക് പെറുക്കി വെക്കുകയാണ്. അവൻ്റെ കുറേ ഡ്രോയിങ് കളക്ഷൻസ് കണ്ടോ, ഇതൊക്കെ അവൻ്റെ ഡ്രോയിങ് ബുക്സാണ്. മോന് ഇതുപോലുള്ള വലിയ ബുക്കാണ് വേണ്ടത് വരയ്ക്കാൻ വേണ്ടി. അങ്ങനെ അവൻ്റേത് വേറെ, എൻ്റെ സ്കെച്ച് ബുക്ക് വേറെ, അങ്ങനെ എല്ലാം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്നതിനിടയിലാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. വാങ്ങി വെച്ചിട്ട് ഒരുപാട് ദിവസമായി. ഒരു കൗതുകത്തിന് എയർ ഡ്രൈ ക്ലേ വാങ്ങിയതാണ്. ഇനി ഇത് വെച്ചിട്ട് എന്തെങ്കിലും ആർട്ട് വർക്ക്, ക്രാഫ്റ്റ് വർക്ക് ചെയ്യണമെന്നുണ്ട്. ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കാരണം ചെയ്യാത്തതിൻ്റെ മടി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ എന്തോന്നറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര മടിയാണ്. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. ഉഷാറായി വ്ളോഗൊക്കെ ചെയ്യണം, ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അടിച്ചു വരുന്നത് കേട്ടോ. എല്ലായിടത്തും പൊടി തട്ടി എടുക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നല്ല തിരക്ക് പിടിച്ച ദിവസം തന്നെയാണ് കേട്ടോ. ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ഇന്ന് ഈവനിങ് ഒന്ന് ഔട്ടിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം. അപ്പം നമ്മൾ ഏകദേശം ഒരു മോർണിംഗ് റുട്ടീൻ ഇവിടെ റെഡിയാവാണ്. അതിനിടയിൽ ഇതൊക്കെ എൻ്റെ ആർട്ട് മെറ്റീരിയൽസാണ്. ക്യാൻവാസ് ബോർഡാണ്, ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങി വെച്ചതാണ്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒരുക്കി വെക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരമായി ഗൈസ്, ഞാനും മോനും ഒക്കെ പുറത്ത് പോവാണ്. അങ്ങനെ മെയിനായിട്ട് പോകുന്നത് ആർട്ട് മെറ്റീരിയൽസ് വാങ്ങാനാണ്. തലശ്ശേരിയിലുള്ള മഹിമ സ്റ്റോർസിലാണ് പോയിരിക്കുന്നത്. അവന് കുറച്ച് ആർട്ട് മെറ്റീരിയൽസ് അവന് കൂട്ടി തന്നെ പോയി വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവന് വേണ്ട സ്കെച്ചസും അതേപോലെ മാർക്കറും കളറിംഗ് ബുക്കും ഡ്രോയിങ് ബുക്കൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ അതൊക്കെ എടുത്ത് വലിയ സന്തോഷത്തോടുകൂടി പുള്ളി ഇറങ്ങുകയാണ്. അവൻ ആ കട മൊത്തം വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിപ്പോൾ നടക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മളങ്ങനെ ആവശ്യമുള്ള സാധനം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ എൻ്റെ 2 വർക്ക് ഫ്രെയിം ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പാരീസ് ഹോട്ടലിൻ്റെ അടുത്തായിരുന്നു കേട്ടോ ആ ഫ്രെയിം ചെയ്യുന്ന കട. അപ്പോൾ അവിടേക്ക് നടന്ന് പോവാണ്. ഇവിടെ ഭയങ്കര തിരക്കുള്ള ഒരു സമയമാണ്. അതായത് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണിത്. അതുകൊണ്ട് തന്നെ ടേൺ ചെയ്തുകൊണ്ട് ബസ് സ്പീഡിൽ അവിടെ വരിക. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ റോഡ് ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ബസ്സിനടിയിലാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, നല്ല ശ്രദ്ധയോടുകൂടി തന്നെ അപ്പുറം കടക്കുകയാണ്. അതിനിടയിൽ ഫോണും പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. എന്താകും എന്തോന്നും അറിയാത്തൊരു വീഡിയോ എടുപ്പ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ തലശ്ശേരി കാഴ്ചകൾ നിങ്ങൾക്കും കൂടി കാണാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ തലശ്ശേരിയിലൊരു സായാഹ്നം നിങ്ങളും കാണട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതൊരു ടേണിങ്ങിലേക്കാണ് മക്കളെ നമ്മളിനി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ എങ്ങോട്ടൊന്നോന്നില്ലാണ്ട് പോകുന്നുണ്ട്. നമ്മളിങ്ങനെ നമ്മളെ വഴിക്ക് പോവുകയാണ്. ഇതൊരു ടേണിംഗ് ആണ് ഇനി വരാൻ പോകുന്നത്. ഇവിടുന്ന് ബസ് വരുന്ന ഭയങ്കര പേടിക്കേണ്ട ഒരു സംഗതിയാണ്. ബസ് ഇങ്ങനെ ചെരിഞ്ഞ് വരും. നമ്മൾ നോക്കിയും കണ്ടും നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു പേടിയോടുകൂടിയാണ് ഞാൻ അമ്മാറിനെയും കൊണ്ട് നടക്കുന്നത്. കാരണം അവന് ഞാനിങ്ങനെ ടൗണിലേക്കൊന്നും ഇങ്ങനെ നടത്തിച്ച് കൊണ്ടുപോകാറില്ല പൊതുവേ. അതിൻ്റെ ഇടയിൽ കാറൊക്കെ വരുന്നുണ്ട്. ഉമ്മ ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ. പിന്നെ ഉമ്മ ഇതിലേക്ക് ഭയങ്കര എക്സ്പേർട്ടായതുകൊണ്ട് ആ ടേൺ ചെയ്ത് വരുന്ന ബസ്സിൻ്റെ ഇടയിൽ കൂടി മുപ്പര് അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ഞാൻ അമ്മാരുടെ നോക്കി നിന്നിടത്തായിരുന്നു. അങ്ങനെ ഉമ്മ അപ്പുറം കടന്നിട്ട് നമ്മളെന്താ കടക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തു, നടന്ന് പോവുകയാണ്. നടന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനായി ഗൈസ്. എൻ്റെ ആദ്യത്തെ വീട് ഇവിടെ ആയിരുന്നു കേട്ടോ, ഇവിടെ അടുത്തായിരുന്നു. അതൊക്കെ ഞാൻ അമ്മാറിനെ കാട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഫ്രെയിം ചെയ്ത ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ, ഈ 2 വർക്കാണ് കേട്ടോ ഞാൻ ഫ്രെയിം ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. ഞാനവിടെ കയറിയപ്പോൾ ഇന്ന് ഇതിൻ്റെ ഓണർ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്ന് പറഞ്ഞ പ്രൈസ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ വിളിച്ചൊക്കെ നോക്കി നമ്മളതിൻ്റെ പ്രൈസൊക്കെ സെറ്റ് ചെയ്ത് അവർക്ക് പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മളത് പാക്ക് ചെയ്തെടുക്കുകയാണ്. ചേട്ടൻ നന്നായിട്ട് തന്നെ ഫ്രെയിം പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അമ്മാരെ ഫ്രെയിം പാക്ക് ചെയ്യുന്നതാണ് വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല പെർഫെക്റ്റായിട്ട് അവർ പാക്ക് ചെയ്ത് തരുന്നുണ്ട്.
അതിനിടയിൽ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കൊക്കെ ഒന്ന് നോക്കണമെന്ന് തോന്നി. അങ്ങനെ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല നല്ല വർക്കുകളാണല്ലേ. അങ്ങനെ കഥയും പറഞ്ഞ് നമ്മൾ കടൽപ്പാലത്തിനെത്തി. ഇവിടുന്ന് ചായയും കടിയൊക്കെ കഴിച്ചായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം കടലും ആസ്വദിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ എത്തിയിട്ട് പിന്നെയും കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാവേ.